നിങ്ങളുടെ ഭർത്താവിന് പഴയതുപോലെ നിങ്ങളോട് താല്പര്യമില്ലാതെ, നിങ്ങളോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടോ? എങ്കിൽ ഭാര്യയ്ക്ക് അതെങ്ങനെ തിരികെ പിടിക്കാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി പറയുന്ന ഈ 6 കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഒന്നാമതായി, നിങ്ങളുടെ തെറ്റുകൊണ്ടാണോ ഭർത്താവ് ഇങ്ങനെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ താല്പര്യം കാണിക്കാത്തത് എന്നുള്ള ആ ഒരു സംശയം അങ്ങോട്ട് മറന്നു കളയുക. അതായത്, എന്നെ കൊണ്ടായിരിക്കുമോ, എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കുമോ ഭർത്താവ് ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ചു പോകും. ആദ്യം തന്നെ അങ്ങനെയുള്ള ആ ഒരു ചിന്തയെ പൂർണ്ണമായി ഒഴിവാക്കി കളയുക. നിങ്ങളെക്കൊണ്ടല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 2, ആശയവിനിമയം. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തുക. പല ദാമ്പത്യത്തിലുള്ള ഭാര്യമാർ പറയുന്ന കാര്യമാണ് ഭർത്താക്കന്മാർ സംസാരിക്കാൻ നിൽക്കാറില്ല എന്ന കാര്യം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കും. ഇങ്ങനെയൊക്കെയാണ് ഭർത്താക്കന്മാർ ചെയ്യാറുള്ളത് എന്ന് പറയാറുണ്ട്. 3, ഭർത്താവ് നല്ല സമാധാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങൾ ഭർത്താവിനോട് തുറന്ന് സംസാരിക്കുക. ആശയവിനിമയം ദാമ്പത്യ ജീവിതത്തിൽ ശക്തിപ്പെടുത്തിയാൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തുറന്ന് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം എന്താണെന്ന് തുറന്ന് സംസാരിക്കാതെ ഈ ഒരു പ്രശ്നം അവസാനിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അവസാനിക്കാൻ നിങ്ങളുടെ വിഷമം എന്താണ് നിങ്ങളുടെ ഭർത്താവിനോട് തുറന്ന് സംസാരിക്കുക. ഇതിൽ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കാലാകാലങ്ങളായി നമ്മുടെ ഭൂമിയിലുള്ള സംഗതി തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ നാണിക്കേണ്ട ഒരു വിഷയമേ അല്ല. 4, തുറന്നു പറഞ്ഞ ശേഷവും സമയം കൊടുക്കുക. ക്ഷമയോട് കൂടി കാത്തിരിക്കുക. അതായത്, നിങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ ഒരു കാര്യം തീർച്ചയായും ഉണ്ടാവും. കാരണം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മാനസികമായി വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സമയം നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ആശയവിനിമയം ശക്തമാക്കാനുള്ള ടിപ്സ് ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. കാരണം അതാണ് നമ്മുടെ അടിസ്ഥാനം. 5-മത്തെ ഒരു കാര്യം, സെക്സിൽ നിങ്ങൾ തന്നെ മുൻകൈയെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൊതുവെ പുരുഷന്മാരാണ് മുൻകൈ എടുക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് നിങ്ങൾ മുൻകൈ എടുക്കുക. പുരുഷന്റെ ഇഷ്ടം നോക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടം അടച്ചു മൂടിയിട്ട് ആവരുത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. സെക്സിനെക്കുറിച്ചും പുരുഷന്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. പരസ്പരം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇനി അവസാനമായി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടും യാതൊരു റിസൾട്ടും കിട്ടുന്നില്ല എങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. അങ്ങനെയുള്ള ഒരു നല്ല ഡോക്ടർ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. തീർച്ചയായും കാര്യങ്ങൾ തുടരുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. പരസ്പരം ആശയവിനിമയത്തിൻ്റെ കുറവ് മൂലം തന്നെയാണ് പല പ്രശ്നങ്ങളും ഇങ്ങനെ വലുതായി വരുന്നത്. അതുകൊണ്ട് തന്നെ ആശയവിനിമയം എപ്പോഴും
ശക്തമായിരിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.